കേരള രാഷ്ട്രീയം കളം മാറാൻ പോവുകയാണ്. ഇന്നലത്തെ ക്യാബിനറ്റോടുകൂടി ചില കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ട്. മിഷൻ 110 അഥവാ മിഷൻ 110 99 സീറ്റ് അല്ല 98 പി വി അൻവർ നമ്മുടെ ഈ കാലുവാരിയിട്ട് പോകുന്നവർ ചിലരുണ്ടല്ലോ, സ്വന്തം താല്പര്യങ്ങൾ നടക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് കാലുവാരിയിട്ട് പോകുന്നവരെ പോയിട്ട് 98 സീറ്റിൽ നിന്ന് 110 12 സീറ്റ് കൂടി പിടിക്കാനുള്ള മിഷൻ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം നിങ്ങൾ ഇവിടെ തട്ടിട്ട് രാവിലെ നിങ്ങൾക്കറിയാമല്ലോ, രാവിലെ ഒരു സീരീസ് ഓഫ് കോൺഗ്രസ് നേതാക്കന്മാരാണ്. KPCC പ്രസിഡന്റ് ഒഴിച്ച് കെ മുരളീധരൻ, VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല 4 കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട്ടിൽ ഒരു ക്യാമറാമാനെയും ഒരു റിപ്പോർട്ടറെ അങ്ങ് ഇട്ടൊക്കെയാണ്. കാര്യം പൈസ അടച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അവരുടെ വീട്ടിലങ്ങ് പായും തലയുടെ വിരിച്ച് കിടന്നോളും. രാവിലെ അവർ എണീക്കുന്നത് തൊട്ടുള്ള വാർത്തകൾ എന്ത് ചെയ്യുന്നു, ഇനി ബാത്റൂമിൽ പോയാൽ അവരെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് മിഷൻ 110. അതെങ്ങനെ MLA-മാരുടെ പെർഫോമൻസ് ആണ്. കഴിഞ്ഞ 5 വർഷം, അത് 10 വർഷം തുടർച്ചയായിട്ട് എടുക്കുമ്പോൾ ഓരോ മണ്ഡലങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അവിടുത്തെ MLA-മാരുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ചേലക്കര നോക്കിയാൽ മനസ്സിലാകും. ഉപതെരഞ്ഞെടുപ്പിൽ ഇവരുടെ ചില സീറ്റുകൾ വിജയിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ PT തോമസ് തുടങ്ങി അവരുടെ പഴയകാല നേതാക്കന്മാർ മരണപ്പെട്ട സീറ്റുകളിലെ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എന്നുള്ളത് അവകാശവാദം ഉന്നയിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ചേലക്കര നോക്കിയാൽ അവിടെ ചേലക്കരയിൽ കഴിഞ്ഞ തവണ 32,000 വോട്ട്, അത് K രാധാകൃഷ്ണൻ മത്സരിക്കാൻ നിന്നുകൊണ്ടാണ്. അദ്ദേഹം അത്രമാത്രം ജനകീയനായിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട്. അതിന് മുന്നേ U പ്രദീപ് അവിടെ മത്സരിക്കാൻ നിന്നപ്പോൾ 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരുന്നത്. അതേ വോട്ടിന് തന്നെ വിജയിച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വോട്ടിംഗ് പെർസെൻറ്റേജ് കുറച്ചു എന്നുള്ളതാണ് ഇവരുടെ അവകാശവാദം. അതിനപ്പുറത്തേക്ക് MLA-മാരുടെ പെർഫോമൻസിൽ ഇടതുപക്ഷം വളരെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതുകൊണ്ട് വിജയിക്കാൻ പോകുന്നുണ്ട്. ആ വിജയിക്കാൻ പോകുന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മിഷൻ 110 എന്നുള്ള ക്യാബിനറ്റിൽ എടുത്തിരിക്കുന്ന തീരുമാനം. അതിനെ സംബന്ധിച്ച് റിയാസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ വരും ദിവസങ്ങളിലെ ഉറക്കം കിടത്തുകയാണ്. മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടുകൊണ്ടാണല്ലോ ഇപ്പോൾ പലരും ഉറങ്ങുന്നത്. ആ ഉറങ്ങുന്നവരുടെ നെഞ്ചത്തേക്ക് ഇടുത്തി വീഴുന്നതും കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനത്തെ പ്രശംസിച്ചുകൊണ്ട് റിയാസ് പറഞ്ഞ ആ പ്രതികരണം കൂടി നിങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യം ഒന്ന് നിങ്ങൾക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പോകുന്നു. ഇത്രയും ദിവസം നിങ്ങൾ ഏകപക്ഷീയമായിട്ടുള്ള കളിയാണ് കണ്ടിരുന്നതെങ്കിൽ ഇനി CPM കോർട്ടിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ആ കളി എങ്ങനെ മാറാൻ പോകുന്നു എന്നത് റിയാസിന്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. കേരളത്തിൽ സൽഭരണം ഉണ്ടാകണമെങ്കിൽ, അഴിമതിരഹിത ഭരണം ഉണ്ടാകണമെങ്കിൽ അത് LDF ആണ് നല്ലത് എന്ന് UDF-ൽ പ്രവർത്തിക്കുന്നവർ പോലും ചിന്തിക്കുന്നു.